ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് നിങ്ങളൊരു 50 ലക്ഷത്തിനകത്ത് ഒരു വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെടുന്നെങ്കിൽ, അപ്പോൾ അത് 3 ബെഡ്റൂമോട് കൂടിയ ഒരു 50 ലക്ഷത്തിനകത്തുള്ള ഒരു വീടാണ് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു വീട് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനത്ത് നമ്മൾ അതിൻ്റെ കറക്റ്റ് റേറ്റ് പറയും. 50 ലക്ഷത്തിന് താഴെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീട് ഫുള്ള് തന്നെ വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമ്മൾ ട്രിവാൻഡ്രം കാവിൻപുറം എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് പുളിയറക്കുണത്തിന് സമീപമുള്ള കാവിൻപുറം എന്നൊരു സ്ഥലമാണ്. നമ്മുടെ പുളിയറക്കുണം ഏഷ്യനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സും പെൻബോളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് തൊട്ടടുത്താണ് നമുക്ക് ഈ ഒരു കാവിൻപുറം എന്ന സ്ഥലം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു 10-40 വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനിലാണ് നമുക്ക് ഈ ഒരു വില്ല കമ്മ്യൂണിറ്റി വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ നമുക്കൊരു 4-5 വീടുകൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇത് പണി ഏകദേശം നമുക്ക് കംപ്ലീറ്റ് ആയി വരുന്ന ഒരു വീടാണ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമ്മളൊന്ന് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കണ്ട് ഈ ഒരു വീടിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കസ്റ്റമറിന് കൊടുക്കുന്നത്. അപ്പോൾ പണി ഫുള്ള് ഫിനിഷ് ആയിട്ടില്ല, അകത്തൊക്കെ ഇനിയും പണികൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു വിധം കംപ്ലീറ്റ് ആയപ്പോൾ നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 400 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്ത് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് 360 സെൻറ്റിൽ 850 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. 3 ബെഡ്റൂമാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അകത്തോട്ട് പ്രവേശിക്കുകയാണ്. നമുക്ക് കയറി വരുമ്പോൾ നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് ഇവിടെ ഫ്രണ്ട് പോർഷന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അകത്ത് തറ ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിന് കിണറും നമുക്ക് പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ പ്ലാന്റൊക്കെ വെച്ച് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീട് നല്ല ഫ്രണ്ടൊക്കെ നല്ല എലിവേഷൻ ഉള്ളതാണ്. ഇവിടെ നമുക്കൊരു കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് നമുക്ക് 12x4 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ട് ഫ്രണ്ട് പോർഷനിലുള്ള സിറ്റ് ഔട്ട് വരുന്നത്. മുകളിലൂടെ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സീലിംഗിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ മെയിൻ എൻട്രൻസ് ഡോർ വരുന്നത്. ഫുള്ള് തന്നെ പ്ലാവിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഡോറാണ് നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ലിവിങ് ഏരിയയാണ് വരുന്നത്. ഇവിടുത്തെ തറയുടെ ടൈല് കണ്ടോ, അത് ഈ ഭാഗത്ത് കണ്ടോ ഇങ്ങനെ കൊടുത്തേക്കുന്നത് കണ്ടോ. ഇവിടെ നിന്ന് നമുക്ക് കിച്ചണിലോട്ട് പോകുന്ന ഈ ഒരു ടൈപ്പ് ടൈല് ഫുള്ളും തന്നെ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന നമുക്ക് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ നമുക്ക് അല്ലാതെ നോർമലായിട്ടുള്ള ടൈലും വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്കിവിടെ തറയിൽ സെറ്റാക്കിയിട്ടുള്ളത്. മുകളിൽ നമുക്കിത് സീലിംഗ് വർക്ക്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത് 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. എവിടെയായിട്ട് ഒരു TV യൂണിറ്റിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. കുറേ വർക്ക് മുടങ്ങി ഫിനിഷായിട്ട് വരാനുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ TV യൂണിറ്റ് വരുന്നത്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവിടെയായിട്ടൊരു പാർട്ടീഷൻ സംഭവം വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഫ്രെയിം മാത്രമാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഇതിൽ പാർട്ടീഷൻ സംഭവങ്ങൾ വരും. പിന്നെ നമുക്ക് ഈ വീടിന് 3 ബെഡ്റൂം വരുന്നത്. ഒരു ബെഡ്റൂം ഈ ഭാഗത്ത്, ഒരു ബെഡ്റൂം അപ്പുറത്ത്, ഒന്ന് ഈ സൈഡിൽ, അങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമുക്ക് ഇവിടുത്തെ പാർട്ടീഷൻ സംഭവം വരുന്നത്. പിന്നെ ഞാൻ തൊട്ടിപ്പുറത്തായിട്ട് നമുക്കിവിടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ 12x8 ഡയമെൻഷനിലുള്ളതാണ്. അതെവിടെ നമുക്ക് ഗ്രിപ്പിംഗ് ടൈല് തന്നെയാണ് ഡൈനിങ് ഏരിയയിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയെല്ലാം നമുക്ക് സ്മാർട്ട് ഫാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇനി ബാക്കി വർക്ക് നടക്കാനുണ്ട്. ഇവിടെയായിട്ട് മിറർ വരാനുണ്ട്. ബാക്കി വാഷ് ബേസിനും എല്ലാം തന്നെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ബാക്കി ഫിനിഷിങ് വർക്ക് നടക്കുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് നമുക്കൊരു ഓപ്പൺ കിച്ചനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈല് നമ്മൾ സെയിം നമ്മൾ നേരത്തെ കണ്ട ഗ്രിപ്പിംഗ് ടൈല് തന്നെയാണ്. ബാക്കി ഇതെല്ലാം തന്നെ ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. മറൈൻ ബോർഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ കിച്ചൻ്റെ ബോർഡ് വർക്കെല്ലാം തന്നെ വരുന്നുണ്ട്. ഫുള്ള് തന്നെ നമുക്ക് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത്. ജസ്റ്റ് പണി നടക്കുന്നതുകൊണ്ട് അവരൊന്ന് മറച്ചിട്ടൊക്കെയാണ് കണ്ടോ. വലിയ സിങ്കാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ കിച്ചൺ വരുന്നത്. പിന്നെ വീടിൻ്റെ പുറകുവശത്തായിട്ട് ഇവിടെ ഒരു കിണർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സ്പേസ് ബാക്കിൽ പൈപ്പ് കണക്ഷനൊക്കെ വെച്ച് ഇതാണ് ഇവിടുത്തെ സ്പേസ് വരുന്നത് ബാക്കിലുള്ള. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, നമുക്ക് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇനി നമുക്ക് ഓരോ ബെഡ്റൂം കൂടെ കയറി കാണാം. ആദ്യം നമുക്ക് ഈ ഭാഗത്ത് ഈ ഒരു ബെഡ്റൂം കയറി കാണാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് വാർഡ്റൂമിൻ്റെ പരിപാടി നടക്കുന്നേ ഉള്ളൂ. ഫുൾ ബോർഡ് വർക്ക് തന്നെ ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, ലാമിനേറ്റ് ചെയ്തതാണ്. പിന്നെ ഇവിടുത്തെ ഡോറൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇങ്ങോട്ട് സെറ്റായി വരാൻ. പിന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോറാണ് വരുന്നത്. അതിപ്പോൾ കുട്ടിയിട്ട് ഇരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അകത്ത് ബാത്റൂം എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് അകത്ത് ബാത്റൂം കണ്ടോ, ഇതാണ് വരുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുന്നുണ്ട് ഫുള്ള്. അപ്പോൾ ഇതാണ് ടൈലിങ് കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് എല്ലാവർക്കെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. മിറർ സിങ്ക് എല്ലാ സംഭവവും വരുന്നുണ്ട്.
ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാ ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനിലേക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. അപ്പോൾ ഇവിടെ വാർഡ്റൂം ഉണ്ടോ, ഈ ഒരു വാർഡ്റൂമാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലാമിനേറ്റ് ചെയ്തതാണ് നമുക്ക് ഈ ഒരു ബോർഡ് വർക്ക് എല്ലാം ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോറാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കാണാം. ഇപ്പോൾ സെയിം നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു രീതിക്കുള്ളതാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മിറർ സിങ്ക് എല്ലാ സംഭവം വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഇവിടുത്തെ ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ലാസ്റ്റ് ഇവിടെ ഈ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. അപ്പം ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനിൽ തന്നെയുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. കണ്ടോ, ഇവിടുത്തെ വാർഡ്രോബും കണ്ടോ, ഈ ഒരു നല്ല വലിയ ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഇതേ സെയിം സംഭവമാണ് നമുക്ക് ഫസ്റ്റ് നമ്മൾ കണ്ട അവിടെയും വരുന്നത്. കണ്ടോ, ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇതിന്. പിന്നെ മുകളിൽ ഇവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സീലിംഗിൽ വരുന്നത്. ഇനി നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊണ്ട് PVC ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്ത് വരുമ്പോൾ സെയിം നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു പാറ്റേണിലുള്ള തന്നെയാണ് ഇവിടെയും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 48 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഹോം ലോണാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെടുന്നെങ്കിൽ നമ്മുടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ്. നിങ്ങൾക്ക് അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളൊരു 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിലോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്താണ് ട്രിവാൻഡ്രത്ത് നിങ്ങൾ വീട് നോക്കുന്നെങ്കിൽ നമ്മുടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് വീട് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ എല്ലാവർക്കും